നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുവാൻ കൈകോർത്ത് കാസർഗോഡ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനും കാരുണ്യയാത്ര നടത്തി. മംഗളൂരുവിലെ കോൺഗ്രസ് റാലിയിൽ പ്രകോപന പ്രസംഗം നടത്തിയെന്നാരോപണം. കോൺഗ്രസ് നേതാവും കർണാടക MLCയുമായ ഐവൻ ഡിസൂസയുടെ വസതിക്ക് നേരെ ആക്രമണം. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസ്. നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിന് കളക്ടർ അരുൺ K. വിജയൻ നടത്തിയ ജപ്തി നടപടികൾക്ക് കോടതി അംഗീകാരം നൽകി. മധൂർ പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യം. UDF വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. വലിയ പറമ്പിന് അഭിമാനം. തീർത്ഥാരാമൻ ദേശീയ സെപക് താക്രോ ടീമിന്റെ കുപ്പായമണിയും. കാസർഗോഡ് ജില്ലയിൽ സെപ്റ്റംബർ 3 തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കും. മന്ത്രി MP രാജേഷ് നേതൃത്വം നൽകും. വാർത്തകൾ വിശദമായി. വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുവാൻ കൈകോർത്ത് കാസർഗോഡ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനും വയനാടിനൊരു കൈത്താങ്ങ് എന്ന പേരിൽ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും കാരുണ്യയാത്ര നടത്തി. സംസ്ഥാനത്തുടനീളം കാരുണ്യയാത്ര നടത്തി ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് 25 വീടുകൾ നിർമ്മിക്കുന്നതിനായി വിനിയോഗിക്കും. കാസർഗോഡ് ജില്ലയിലുടനീളം വ്യാഴാഴ്ച സ്വകാര്യ ബസ്സുകൾ ഓടിയത് വയനാടിന് വേണ്ടിയായിരുന്നു. വയനാടിനൊരു കൈത്താങ്ങ് എന്ന പേരിൽ സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനാണ് കാരുണ്യയാത്ര നടത്തിയത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് NA നെല്ലിക്കുന്ന് MLA കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ ആ പ്രശ്നങ്ങളോട് താതാൽപ്യം പ്രാപിക്കുവാനും അവരുടെ കണ്ണീരൊപ്പാനും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നു എന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ബസ് ഉടമകൾ ഈ സതുദ്യമത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് K. ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA, കാഞ്ഞങ്ങാട് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ്, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ജില്ലാ പോലീസ് മേധാവി P. ബിജോയ്, RTO സജി പ്രസാദ്, ഗിരികൃഷ്ണൻ, ഷെരീഫ് കൊടവഞ്ചി എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി CA മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. ജില്ലയിൽ നിന്നും കാരുണ്യയാത്ര നടത്തി കിട്ടുന്ന തുക സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കും. ഈ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് 25 വീടുകൾ നിർമ്മിക്കുന്നതിന് വിനിയോഗിക്കും. 2018 ഞങ്ങൾ ഇതേപോലെ ആദ്യം ഒരു കാരുണ്യയാത്ര നടത്തിയിരുന്നു. അന്ന് കാസർഗോഡ് ജില്ലയിൽ 25 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. കേരളത്തിൽ 3,65 ലക്ഷം രൂപ സമാഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ 25 വീട് നിർമ്മിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വയനാട് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയും വയനാട് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബസ്സുകാർ തയ്യാറായിട്ടുള്ളത്. ബസ്സുകാർ വളരെ കഷ്ടത്തിലാണുള്ളത്. എന്നാൽ ഞങ്ങളുടെ കഷ്ടവും വേദനയും മാറ്റിവെച്ചുകൊണ്ട് വയനാടിൻ്റെ കണ്ണീരൊപ്പം വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തു. ആ തീരുമാനം വമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടി ഇന്ന് കാസർഗോഡിലെ എല്ലാ ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബസ്സുടമകളുടെ ഉദ്യമത്തെ യാത്രക്കാർ ഹൃദയപൂർവ്വമാണ് ഏറ്റെടുത്തത്. മികച്ച ജനപിന്തുണ ലഭിച്ചതോടെ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര വയനാടിന്റെ കണ്ണീരൊപ്പുവാനുള്ള ജനകീയ ഉദ്യമമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാടിന് കൈത്താങ്ങായി സ്വകാര്യ ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും കാരുണ്യയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് മികച്ച പിന്തുണ. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ E. ചന്ദ്രശേഖരൻ MLA കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട് ജനതയെ ചേർത്തുപിടിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനും ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കാരുണ്യയാത്രയ്ക്ക് ജില്ലയിൽ തുടക്കമായി. സംസ്ഥാന സർക്കാർ വയനാട് ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് സ്വകാര്യ ബസ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത 25 വീടുകൾ നിർമ്മിക്കുന്നതിനായി ജില്ലയിലെ 350ഓളം വരുന്ന സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റില്ലാതെ ഒരു ദിവസം മുഴുവൻ സർവീസ് നടത്തി ലഭിക്കുന്ന തുക സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരത്തിൽ E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ N. അശോക് കുമാർ, കാഞ്ഞങ്ങാട് ജോയിന്റ് RTO C. വിജയൻ, മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ,
ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സത്യൻ പൂച്ചക്കാട്, ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് എം ഹസൈനാർ, പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ, കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ താലൂക്ക് സെക്രട്ടറി എ വി പ്രദീപ് കുമാർ സ്വാഗതവും ട്രഷറർ കെ വി രവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗളൂരുവിലെ കോൺഗ്രസ് റാലിയിൽ പ്രകോപന പ്രസംഗം നടത്തിയെന്ന ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവും കർണാടക MLCയുമായ ഐവൻ ഡിസൂസയുടെ വസതിക്ക് നേരെ ആക്രമണം. മംഗളൂരു വെലൻസിയയിലെ വസതിക്ക് നേരെ പുലർച്ചെയോടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. വീടിന് നേരെ നടത്തിയ കല്ലേറിൽ ജനൽ ഗ്ലാസുകൾ തകർന്നു. മൈസൂരു വികസന അതോറിറ്റിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയതിനെതിരെ തിങ്കളാഴ്ച കർണാടകയിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലെല്ലാം പ്രതിഷേധം നടന്നു. ഇത്തരത്തിൽ മംഗളൂരുവിൽ നടന്ന റാലിയിൽ കോൺഗ്രസ് നേതാവും കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവുമായ ഐവൻ ഡിസൂസ ഗവർണർക്കെതിരെ പ്രസംഗം നടത്തിയിരുന്നു. ഗവർണറെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഓർമ്മിപ്പിച്ചും അടുത്തത് രാജ്ഭവൻ ചലോ മാർച്ച് ആവുമെന്ന് മുന്നറിയിപ്പ് നൽകിയുള്ളതുമായിരുന്നു പ്രസംഗം. ഈ പ്രസംഗം പ്രകോപനം സൃഷ്ടിച്ചെന്നാണ് പരാതി. മംഗളൂരുവിൽ അക്രമാസക്തരായ പ്രതിഷേധക്കാർ നടത്തിയ കല്ലേറിൽ ലാൽബാഗിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നിരുന്നു. ഇത് പ്രകോപന പ്രസംഗം മൂലമായിരുന്നുവെന്നാരോപിച്ച് ഐവനെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP MPയും MLAമാരും രംഗത്തെത്തുകയും ചെയ്തു. പിന്നീട് അഖിലേഷ് എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഐവൻ ഡിസൂസയ്ക്കെതിരെ മംഗളൂരു ബാർക്കെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഐവൻ ഡിസൂസയുടെ മംഗളൂരു വെലൻസിയയിലെ വസതിക്ക് നേരെ ആക്രമണമുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. വീടിന് നേരെ നടത്തിയ കല്ലേറിൽ ജനൽ ഗ്ലാസുകൾ തകർന്നിരുന്നു. സംഭവം നടക്കുമ്പോൾ ഐവൻ ഡിസൂസയുടെ ഭാര്യയും 2 മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ദക്ഷിണ കന്നഡ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിന് കളക്ടർ അരുൺ കെ വിജയൻ നടത്തിയ ജപ്തി നടപടികൾക്ക് അഡീഷണൽ ജില്ലാ കോടതി 4 ജഡ്ജ് കെ വിമൽ അംഗീകാരം നൽകി. സ്ഥാപന ഡയറക്ടർമാരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും ബാങ്ക് നിക്ഷേപങ്ങളും കളക്ടർ താൽക്കാലികമായി ജപ്തി ചെയ്തിരുന്നു. ഇതിന്റെ രേഖകളും പ്രോസിക്യൂഷൻ വാദങ്ങളും പരിശോധിച്ചാണ് കോടതി ഉത്തരവ്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പു കേസിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിന് കളക്ടർ അരുൺ കെ വിജയൻ നടത്തിയ ജപ്തി നടപടികൾക്ക് അഡീഷണൽ ജില്ലാ കോടതി 4 ജഡ്ജി ജെ വിമൽ അംഗീകാരം നൽകി. സ്ഥാപന ഡയറക്ടർമാരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും ബാങ്ക് നിക്ഷേപങ്ങളും കളക്ടർ താൽക്കാലികമായി ജപ്തി ചെയ്തിരുന്നു. ഇതിന്റെ രേഖകളും പ്രോസിക്യൂഷൻ വാദങ്ങളും പരിശോധിച്ചാണ് കോടതി ഉത്തരവ്. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണം തരാമെന്നും സ്വർണ്ണ നിക്ഷേപം നടത്താമെന്നും വാഗ്ദാനം ചെയ്ത് ഒട്ടേറെ പേരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ സമാഹരിച്ച ശേഷം വഞ്ചിച്ചെന്നാണ് കേസ്. മുൻ MLA MC കമറുദ്ദീൻ, TK പൂക്കോയ തങ്ങൾ എന്നിവരുൾപ്പെടെ 50ഓളം ഡയറക്ടർമാരാണ് എതിർകക്ഷികൾ. 19.58 കോടി രൂപ ഈടാക്കാനായാണ് ജപ്തി. 2011 മുതൽ 2019 വരെയാണ് നിക്ഷേപം സ്വീകരിച്ചത്. നിക്ഷേപകർ നടത്തിയ 248 കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. ഇതിൽ 168 കേസുകളിലാണ് ജപ്തി ആരംഭിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ A രേഷ്മ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മധൂർ പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, പ്രസിഡന്റ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് UDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വിജിലൻസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതല്ലാതെ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭരണസമിതി നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികൾക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നിട്ടുണ്ടെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഒരു കുറ്റകരമായ, അതായത് അനാസ്ഥ എന്ന് പറയാം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവരെ എതിരെ, അതായത് ഭരണസമിതിക്ക് എതിരായി യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കുന്നതിന് പകരം അവർക്ക് പരിപൂർണമായ സംരക്ഷണവും പിന്തുണയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ ബലമായ സംശയം മധൂർ പഞ്ചായത്തിലെ
ഭരണസമിതിക്ക് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം, അതായത് രാഷ്ട്രീയമായ പിന്തുണ ഉണ്ടോ എന്നുള്ളതാണ്. ഹാരിസ് ചൂരി, പി സുമിത്രൻ, എം രാജീവൻ നമ്പ്യാർ, മജീദ് പട്ല, ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ കബീർ ചെർക്കളം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജമീല അഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹബീബ് ചെട്ടുംകുഴി, ഹനീഫ അറന്തോട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടലിൻ്റെയും കായലിൻ്റെയും മധ്യത്തിൽ സൗന്ദര്യം വിഴിയുന്ന വലിയ പറമ്പ് ദ്വീപിൽ നിന്നുള്ള തീർത്ഥാരാമൻ ദേശീയ സെപക് താക്രോ ടീമിൻ്റെ കുപ്പായമണിയുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ചൈനയിലെ ക്വിൻകാഡോയിൽ നടക്കുന്ന അണ്ടർ-23 സെപക് താക്രോ ബീച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലിടം കണ്ടാണ് തീർത്ഥാരാമൻ കേരളത്തിന് തന്നെ അഭിമാനമായ നേട്ടം കൈവരിച്ചത്. പയ്യന്നൂർ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിയായ തീർത്ഥാരാമൻ പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം തരത്തിൽ പഠിക്കുന്നതിനിടയിലാണ് സെപക് താക്രോ ഗെയിമിലേക്ക് കടന്നുവരുന്നത്. പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 8 വർഷവും സെപക് എന്ന കളിവിട്ടുള്ള ജീവിതചര്യ തീർത്ഥയ്ക്കുണ്ടായിട്ടില്ല. കടലിൽ നിന്ന് 300 മീറ്റർ മാറിയുള്ള വീട്ടിൽ താമസിക്കുന്ന ഈ താരത്തിന് കടലോരത്തെ മണലിൽ കളിച്ചു വളർന്ന പരിചയം ദേശീയ ടീമിലേക്ക് എത്തുന്നതിന് പ്രധാന ഘടകമായി. ഈ മാസം 11-ന് രാജ്യ തലസ്ഥാനത്തായിരുന്നു ടീമിന്റെ തിരഞ്ഞെടുപ്പ്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 150 പേരാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് സെലക്ഷനിൽ പുരുഷ വനിത കളിക്കാരായ 10 പേർ പങ്കെടുത്തിരുന്നു. അതിൽ തീർത്ഥാരാമന് മാത്രമാണ് ദേശീയ ടീമിൽ ഇടം നേടാനായത്. 10-ൽ പരം ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പരിചയം തീർത്ഥയ്ക്ക് അനുകൂലമായി. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 3 ദേശീയ മത്സരങ്ങളിൽ കേരളത്തിന് വെങ്കല മെഡൽ നേട്ടം ഉണ്ടാക്കിയ ടീമിൽ അംഗവും കഴിഞ്ഞ ഗോവ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ക്യാപ്റ്റനുമായിരുന്നു തീർത്ഥ. വലിയ പറമ്പ് പഞ്ചായത്ത് മുൻ അംഗവും മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റുമായ കുളങ്ങര രാമന്റെയും കാസർഗോഡ് മത്സ്യഫെഡ് മോട്ടിവേറ്റർ യു ഉഷയുടെയും ഇളയ മകളാണ് തീർത്ഥ. സഹകളിക്കാരുടെയും പരിശീലകരുടെയും പ്രോത്സാഹനവും അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും പിന്തുണയുമാണ് നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് തീർത്ഥ പറഞ്ഞു. GFHS പടന്നക്കടപ്പുറം സ്കൂളിൽ 9ാം തരത്തിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ ഗെയിം സ്കൂളിലോട്ട് വന്നത്. ബിജു സാറാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ബഷീർ സാറിന്റെ കീഴിലായിരുന്നു നമ്മൾ ആദ്യം പരിശീലനമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സാറന്മാർ ഇന്റർനാഷണൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അത് സാധ്യമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സ്വപ്നം കാണാനൊക്കെ പഠിപ്പിച്ചത് അവരായിരുന്നു. പിന്നെ ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം ബാബുമാഷ കീഴിലായിരുന്നു പരിശീലനം എന്ന് പറയുന്നത്. ബാബുമാഷ എപ്പോഴും നമ്മളെ പ്രാക്ടീസിനായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്താൻ പറ്റിയിരുന്നത്. പിന്നെ നമ്മുടെ നാഷണൽസിന് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ടീം മാനേജർ സ്മിതേച്ചി, പിന്നെ എൻ്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ഏച്ചി, സ്വാതിയേച്ചി എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ഈ നാഷണൽസ് ഒക്കെ പോയി വന്നതിന് ശേഷമുള്ള നമ്മുടെ നാട്ടുകാരുടെ പ്രതികരണവും അവരുടെ ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ KGM പോലുള്ള ക്ലബ്ബ്, അശോക് മാഷ് പോലുള്ള അവരുടെ പ്രവർത്തകരും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, വലിയർമ്മ ഗ്രാമപഞ്ചായത്ത് ആയിരുന്നാലും എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു നമുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഒരു 10ഓളം നാഷണൽസ് ഇപ്പോൾ കളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടീമിലെത്തി എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. സഹോദരി സ്വാതി രാമൻ തിരുവനന്തപുരത്ത് മത്സ്യബന്ധന വിഷയത്തിൽ ഗവേഷകയാണ്. തീർത്ഥയ്ക്ക് ലഭിച്ച അംഗീകാരത്തിനൊപ്പം തൃക്കരിപ്പൂർ ചെറുകാനം സ്വദേശി KV ബാബുവും ദേശീയ പരിശീലകനായി നിയമിതനായത് കാസർഗോഡ് ജില്ലയ്ക്കും സംസ്ഥാനത്തിന് തന്നെയും ഇരട്ട അംഗീകാരമായി. സെപക് താക്രോ ദേശീയ പരിശീലകനും അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് KV ബാബു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലയിൽ സെപ്റ്റംബർ 3-ന് തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കും. അദാലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട 12 ഇനങ്ങളാണ് പരിഗണിക്കുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നേതൃത്വം നൽകും. സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലാതലത്തിൽ സംഘടിപ്പിക്കുന്ന തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ 3-ന് നടക്കും. മന്ത്രി MB രാജേഷ് നേതൃത്വം നൽകുന്ന അദാലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട 12 ഇനങ്ങളാണ് പരിഗണിക്കുക. ബിൽഡിംഗ് പെർമിറ്റ്, കംപ്ലീഷൻ, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസ്, സിവിൽ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മാലിന്യ സംസ്കരണം, പൊതുസൗകര്യങ്ങളും സുരക്ഷയും, ആസ്തി മാനേജ്മെന്റ്, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത എന്നിവയാണ് പരിഗണിക്കുന്ന വിഷയങ്ങൾ. പൊതുജനങ്ങൾക്ക് വെബ് പോർട്ടൽ മുഖേന പരാതികൾ സമർപ്പിക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. ഏകദേശം 10-11ഓളം മേഖലയിൽപ്പെട്ട പരാതികൾ, അതായത് ബിൽഡിംഗ് പെർമിറ്റ്, കംപ്ലീഷൻ, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ, സിവിൽ രജിസ്ട്രേഷൻ, നികുതികൾ,
ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, മാലിന്യ സംസ്കരണം, പൊതു സൗകര്യങ്ങളും പൊതു സുരക്ഷയും, ആസ്തി മാനേജ്മെൻറ്റ്, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളൊക്കെ ഇത്ര കാര്യക്ഷമമാക്കി തുടങ്ങി ഈ 11ഓളം മേഖലകളിൽപ്പെട്ട പരാതികളാണ് ഇവിടെ സ്വീകരിക്കുകയും അത് തീർപ്പാക്കുകയും ചെയ്യുന്നു. അതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സജ്ജമാക്കിക്കൊണ്ട് തന്നെ അതിനാവശ്യമായ സൗകര്യങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. 3-ാം തീയതി 8:30 മുതൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നമ്മുടെ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ഇതുവരെ വെബ് പോർട്ടൽ മുഖേന 127 പരാതികളാണ് ജില്ലയിൽ ലഭിച്ചത്. ഓഗസ്റ്റ് 29 വരെ പരാതികൾ നൽകാം. വാർത്താ സമ്മേളനത്തിൽ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു, ഡെപ്യൂട്ടി ഡയറക്ടർ KV ഹരിദാസ്, അസിസ്റ്റന്റ് ഡയറക്ടർ BN സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ നേന്ത്രക്കായ വില കുതിക്കുന്നു. ഒരു മാസത്തിനിടെ മാത്രം 40 മുതൽ 50 രൂപ വരെയാണ് കിലോയ്ക്ക് കൂടിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴം വരവ് കുറഞ്ഞതാണ് വില വർധനവിന് കാരണമാകുന്നത്. കാസർഗോഡ് നഗരത്തിൽ വ്യാഴാഴ്ച 1 കിലോ നേന്ത്രപ്പഴത്തിന് 75 രൂപയും കദളിപ്പഴത്തിന് 90 രൂപയുമാണ് വില. കാസർഗോഡ് ജില്ലയിൽ നേന്ത്രക്കായ വിലയിലെ കുതിപ്പ് തുടരുന്നു. ഒരു മാസത്തിനിടെ മാത്രം 40 മുതൽ 50 രൂപ വരെയാണ് വില കൂടിയത്. നാടൻ വാഴപ്പഴത്തിന്റെ ഉൽപ്പാദനം കുറവായതിനാൽ തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളെയാണ് കേരളം ആശ്രയിക്കുന്നത്. എന്നാൽ നിലവിൽ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് മാത്രമാണ് പഴമെത്തുന്നത്. ഇതാണ് പഴവില ഇത്തരത്തിൽ ഉയരുവാൻ കാരണമായത്. 1 കിലോ നേന്ത്രപ്പഴത്തിന് 75ഉം കദളിപ്പഴത്തിന് 90 രൂപയുമാണ് വിലയെന്ന് നഗരത്തിലെ വ്യാപാരി അഷ്റഫ് KCN ന്യൂസിനോട് പറഞ്ഞു. നേന്ത്രക്കായ ഇപ്പോൾ കിലോന് 75 രൂപയുണ്ട് ഇപ്പോൾ ചില്ലറ വിൽക്കുന്നത്. ഹോൾസെയിൽ റേറ്റ് ഇപ്പോൾ 66-67 രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ആയിട്ട്. ആ ഷോപ്പിലൊക്കെ അല്ല. കദളിക്കായ് കിലോന് 90 രൂപ. മേട്ടുപ്പാളയം കദളിയാണ് ഇവിടുത്തെ നാടനല്ല, മേട്ടുപ്പാളയം കദളിയാണ്. നാടനാകുമ്പോൾ കുറച്ച് കുറവുണ്ട്, പക്ഷേ അത് കുറച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കായ് അത്ര വലിയ പാങ്ങുണ്ടാവില്ല. ഇപ്പോൾ മേട്ടുപ്പാളയം കദളി കുറച്ച് ഇപ്പോൾ ഈ ഇതെല്ലാം വരുന്നുള്ളതല്ല, പൂജ കാര്യങ്ങൾ, ചവിത്തി, ഓണം ഇങ്ങനെയെല്ലാം വരുന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അതിപ്പോൾ ഓണമെല്ലാം കഴിയുമ്പോഴേക്ക് അത് പിന്നെ ഡൗൺ ആകത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ, കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. പച്ചക്കറി വില വർധനയിൽ നേരിയ കുറവുണ്ടായതിൽ ആശ്വസിച്ചിരിക്കവെയാണ് പഴവില 100ലേക്ക് കുതിക്കുന്നത്. വ്യാഴാഴ്ച പച്ചക്കായയുടെ വില 75 രൂപയാണ്. ഓണവിപണിയിലും പഴത്തിന്റെ വില കൂടുമെന്ന് തന്നെയാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള മറാഠി സംരക്ഷണ സമിതി ബദിയടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗദേന്ദ് എക് തീസ് പരിപാടി ശ്രദ്ധേയമായി. നീർച്ചാൽ ഓണിയടുക്കത്തെ കെസറുഗദയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള മറാഠി സംരക്ഷണ സമിതി ബദിയടുക്ക പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഗദേന്ദ് എക് തീസ് പരിപാടി സംഘടിപ്പിച്ചു. വിവിധ കായിക വിനോദ മത്സരങ്ങൾ ആഘോഷ നിറവേക്കിയ പരിപാടി നീർച്ചാൽ ഓണിയടുക്കത്തെ കെസറുഗദയിലാണ് നടന്നത്. KMSS സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ സുബ്രായ നായിക്കാട്ടി ഉദ്ഘാടനം ചെയ്തു. KMSS ബദിയടുക്ക ജനറൽ കൺവീനറും അധ്യക്ഷനുമായ ഗംഗാധര നായിക്ക ഓണിയടുക്ക അധ്യക്ഷത വഹിച്ചു. KMSS യൂത്ത് വിംഗ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ബദിയടുക്ക സ്വാഗതം പറഞ്ഞു. യോഗീഷ് P വിശിഷ്ടാതിഥിയായിരുന്നു. വൈകുന്നേരം നടന്ന സമാപന പരിപാടിയിൽ KMSS ബദിയടുക്ക സെക്രട്ടറി ബാലകൃഷ്ണ അച്ചായി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സമ്മാന വിതരണം നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന സംസ്ഥാന സീനിയർ വനിതാ ചാമ്പ്യൻഷിപ്പിലെ കിരീടവുമായി കാസർഗോഡ് ജില്ലാ ടീമും പരിശീലകരും നാട്ടിലെത്തി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നാട്ടുകാരും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും ജനപ്രതിനിധികളും ചേർന്ന് ഗംഭീര സ്വീകരണം നൽകി. 2.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് ജില്ലാ ടീം സംസ്ഥാന വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യന്മാരായത്. ഫൈനലിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് തൃശൂരിനെ തോൽപ്പിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ മടിക്കൈ ബംഗളത്തെ P മാളവിക മികച്ച താരമായും ടോപ്പ് സ്കോററായും തിരഞ്ഞെടുക്കപ്പെട്ടു.
ജില്ലയുടെ സീനിയർ പുരുഷ വിഭാഗം ടീമുകൾ നേരത്തെ 2013, 2015, 2022 വർഷങ്ങളിൽ സംസ്ഥാന ചാമ്പ്യന്മാരായിരുന്നെങ്കിലും വനിതാ വിഭാഗം ഇതാദ്യമായാണ് ജേതാക്കളാവുന്നത്. കഴിഞ്ഞ വർഷം സബ് ജൂനിയറിലും ഈ വർഷം ജൂനിയർ വിഭാഗത്തിലും വനിതാ ടീം 3ാം സ്ഥാനം നേടിയിരുന്നു. മറ്റു ജില്ലകളിലെ പ്രൊഫഷണൽ ടീമുകൾക്കെതിരെയാണ് കാസർഗോട്ടെ സാധാരണക്കാരായ താരങ്ങൾ പൊരുതി ജേതാക്കളായത്. പരശുറാം എക്സ്പ്രസിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ചാമ്പ്യൻ ടീമിന് നാട്ടിൽ ഗംഭീര വരവേൽപ്പാണ് നൽകിയത്. മുഖ്യ പരിശീലകൻ കെ ഗണേശൻ, സഹപരിശീലകനും കാസർഗോഡ് നഗരസഭാ കൗൺസിലറുമായ സിദ്ദിഖ് ചക്കര, മാനേജർ ഷീബ കാലിക്കടവ്, വനിതാ ടീം ക്യാപ്റ്റൻ എം അഞ്ജിത, വൈസ് ക്യാപ്റ്റൻ അശ്വിനി, ടീം അംഗങ്ങൾ എന്നിവർക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. DFA പ്രസിഡന്റ് കെ വീരമണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, KFA സംസ്ഥാന ഡെപ്യൂട്ടി സെക്രട്ടറി TKM മുഹമ്മദ് റഫീഖ്, രാജൻ എടാട്ടുമൽ, CV ഷാജി, സലാം വാഴുന്നോറടി, ലത്തീഫ് പെരിയ, അനിൽ ബങ്കളം, VPP ഷുഹൈബ്, ഡോക്ടർ വി രാജീവൻ, TV ഗോപാലകൃഷ്ണൻ, PP അശോകൻ, റഫീഖ് പള്ളിക്കൽ എന്നിവർ സംസാരിച്ചു. ടീം അംഗങ്ങൾക്ക് സമ്മാനങ്ങളും നാട്ടുകാർക്ക് മധുര പലഹാര വിതരണവും നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സർക്കാർ സ്ഥലമനുവദിച്ചിട്ടും മഞ്ചേശ്വരം അമ്പിത്തടി 11ാം നമ്പർ അംഗൻവാടി കെട്ടിടം ഇനിയും യാഥാർത്ഥ്യമാകാത്തതിൽ പ്രതിഷേധം ശക്തം. നൂറുകണക്കിന് വരുന്ന പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അമ്പിത്തടി 11ാം നമ്പർ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ സ്ഥലവും റോഡും അനുവദിച്ചിട്ടും കെട്ടിടം നിർമ്മിക്കാത്തതിനെതിരെ പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. സ്ത്രീകളും കുട്ടികളും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. നാട്ടുകാർ ഇപ്പോൾ 1.5 കൊല്ലത്തോളമായി റോഡ് ഗവൺമെൻറ്റിലേക്ക് എഴുതി കൊടുക്കുകയും അതിന് കാരണമായി അന്ന് പ്രസിഡന്റ് പറഞ്ഞത് റോഡ് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ അംഗനവാടി പ്രാബല്യത്തിൽ വരുമെന്ന്. പക്ഷേ 1.5 കൊല്ലത്തോളമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനവും ബോർഡ് എടുക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഇന്ന് ഞങ്ങൾ പ്രതിഷേധവുമായി വന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ അറിയാൻ പറ്റിയത്. സെക്രട്ടറി കൃത്യമായി പറയുന്നത് നിയമ തടസ്സങ്ങളും ഒന്നുമില്ല, റോഡിലേക്കോ വരാൻ പറ്റുന്ന വഴി കിട്ടിയാൽ മതി, അംഗനവാടിക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് സെക്രട്ടറി പറയുന്നത്. അപ്പോൾ അടിയന്തരമായി ഈ ബോർഡ് മീറ്റിംഗ് അടുത്ത് ഈ ഗ്രാമസഭ കഴിഞ്ഞ ഉടനെ അടിയന്തരമായി ബോർഡ് മീറ്റിങ്ങിൽ ഈ കാര്യം അവതരിപ്പിച്ച് നാട്ടുകാർക്ക് വേണ്ടി അംഗനവാടി അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ കൃത്യമായി സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ಆವಶ್ಯപ്പെട്ടിട്ടുണ്ട്. 23 ವರ್ಷ ಬರ್ತಲ್ಲ ಬಕ್ಕ ರೋಡ್ ಪೂರ ರೆಡಿ ಆದುಂಡು ಈ ತಂಟಲ ಅಂಗನವಾಡಿ ಆಫೀಸು ಅಂಚಾದ ಐನತ್ತು ಬೇಕ ಅಂಗನವಾಡಿ ಯಾವುದು. ജില്ലയിലെ അങ്കണവാടികളുടെ ദയനീയാവസ്ഥ പരിഹരിക്കാൻ ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിലും മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് മുഴുവൻ വിവരങ്ങളും നൽകാത്തതിനാൽ ഈ അവസരം നഷ്ടമായെന്ന ആക്ഷേപം ഗ്രാമവാസികൾ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതേ അങ്കണവാടിയുടെ കാര്യത്തിൽ പഞ്ചായത്തിലെ ഭരണസമിതി തീരുമാനമെടുക്കാത്തതിനാൽ വാർഡിലെ ഒരു അംഗം ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വിവാദമായിരുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കൊച്ചു കൃഷ്ണന്മാരുടെയും രാധമാരുടെയും കുസൃതികൾ നിറഞ്ഞ് വിദ്യാലയം അമ്പാടിയായി. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് മുന്നോടിയായി കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ നടന്ന പ്രച്ഛന്ന വേഷ മത്സരം ശ്രദ്ധേയമായി. ശ്രീകൃഷ്ണ ജയന്തിക്ക് മുന്നോടിയായി കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ pre-KG മുതൽ LP വരെയുള്ളവർക്കായി പ്രച്ഛന്ന വേഷ അവതരണം നടത്തി. നൂറുകണക്കിന് കൊച്ചുകൂട്ടുകാർ രാധാകൃഷ്ണന്മാരായി അരങ്ങിലെത്തി. കുരുന്നുകളുടെ കുസൃതികളും കളിച്ചിരികളും കൊണ്ട് വിദ്യാലയം അമ്പാടിയായി മാറി. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ശൈശവകാലത്ത് അവരുടെ മുഖമുദ്ര നിഷ്കളങ്കതയാണ്, നിഷ്പാപതയാണ്. മനസ്സിൽ പൂർണ്ണമായിട്ടുള്ള എന്താണ് പറയുന്നത്, അഹങ്കാര നിരാസം, അഹങ്കാര രാഹിത്യം, ഞാനെന്ന ഭാവമില്ലാതെ ആർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ അവരുടെ വാസ്തവത്തിൽ സന്തോഷവാന്മാരും സന്തോഷവതികളുമായി. നമ്മുടെ സന്തോഷത്തിന് വിലങ്ങ് തെളിയുന്നത്, തടസ്സമായിട്ട് വരുന്നത് ഞാനെന്ന ഭാവം. രാധാകൃഷ്ണന്മാരുടെ വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് വിദ്യാലയ പ്രിൻസിപ്പൽ KC സുനിൽകുമാർ നേതൃത്വം നൽകി. വിദ്യാലയ സെക്രട്ടറി ദിശ ചൈതന്യ, പ്രഥമ അധ്യാപകരായ SR പൂർണിമ, സിന്ധു ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
KCEU പബ്ലിക് സർവന്റ് സഹകരണ സംഘം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ ജീവനക്കാരുടെ ജില്ലാതല ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ടൂർണമെന്റ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. KCEU കാറടുക്ക ഏരിയ കമ്മിറ്റി ജേതാക്കളായി. KCEU പബ്ലിക് സർവന്റ് സഹകരണ സംഘം യൂണിറ്റ് സംഘടിപ്പിച്ച സഹകരണ ജീവനക്കാരുടെ ജില്ലാതല ഫുട്ബോൾ മത്സരത്തിൽ KCEU കാറടുക്ക ഏരിയ കമ്മിറ്റി ജേതാക്കളായി. കാസർഗോഡ് സർവീസ് സഹകരണ സംഘം ടീമിനാണ് രണ്ടാം സ്ഥാനം. പബ്ലിക് സർവൻസ് യൂണിറ്റ്, KCEU കുമ്പള ഏരിയ കമ്മിറ്റി എന്നിവർ യഥാക്രമം 3ഉം 4ഉം സ്ഥാനങ്ങൾ നേടി. ടൂർണമെന്റ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാറ്റങ്ങളിലും തുടക്കം കുറിച്ചിട്ടുള്ളത് കിട്ടണം. സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ചോളം സഹകരണ പ്രസ്ഥാനം ഉത്ഭവിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന്. ഇതെല്ലാം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ് ഫുട്ബോളും ലോകപ്രശസ്തമായിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. സംഘാടക സമിതി ചെയർമാൻ B. മോഹനൻ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ മഹേഷ് അണിഞ്ഞ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഏരിയ സെക്രട്ടറി KV രമേശൻ, പ്രസിഡന്റ് B. രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം M. പൂമണി, സംഘം സെക്രട്ടറി രാഘവൻ വെള്ളിപ്പാടി, JN നെയ്യങ്കയം, CK വിജയകുമാർ, O. സന്തോഷ് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാന വിതരണവും നിർവഹിച്ചു. B. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. TV സിനി, അബ്ദുൽ ഹാഷിം, V. വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ട്വിങ്കിൾ പദ്ധതിയുടെ കാസർഗോഡ് ഉപജില്ലാതല ഉദ്ഘാടനം മുളിയാർ GMUP സ്കൂളിൽ നടന്നു. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച ട്വിങ്കിൾ പദ്ധതിയുടെ കാസർഗോഡ് ഉപജില്ലാതല ഉദ്ഘാടനം മുളിയാർ GMUP സ്കൂളിൽ നടന്നു. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി ഉദ്ഘാടനം നിർവഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് KG, ജില്ലാ നിർവാഹക സമിതി അംഗം പ്രശാന്ത് C, മണികണ്ഠൻ M, ഹെഡ്മാസ്റ്റർ ഗണേശൻ, മല്ലിക M, റിസോഴ്സ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി A. മധുസൂദന സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീലത K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പനത്തടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറും ചേരിതിരിഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചയാൾക്ക് നിയമനം പുതുക്കി നൽകുന്നത് വൈകിയതോടെ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം പൂട്ടി പഞ്ചായത്ത് പ്രസിഡന്റ്. മാനസിക പീഡനത്തിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പരാതിയുമായി മെഡിക്കൽ ഓഫീസറും രംഗത്തെത്തി. ആശുപത്രിയിലെ പാലിയേറ്റീവ് നഴ്സിന്റെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന ബഷീറും പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലാണ് തർക്കമുണ്ടായത്. നിലവിലുണ്ടായിരുന്ന നഴ്സിന്റെ കരാർ പുതുക്കി നൽകണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടെങ്കിലും നഴ്സിന് മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ലെന്നും ഉണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പരിഗണിക്കാമെന്നും അറിയിച്ചു. സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം നഴ്സിന് വീണ്ടും നിയമനം നൽകാൻ തീരുമാനിച്ചെങ്കിലും നിയമന ഉത്തരവ് നൽകുന്നത് നീണ്ടു. ഇതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥിരം സമിതി അധ്യക്ഷരുമടക്കം ആശുപത്രിയിലെത്തി നിയമന ഉത്തരവ് നൽകണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഉത്തരവ് നൽകാമെന്ന് അറിയിച്ച ശേഷം ഡോക്ടർ പുറത്തേക്ക് പോയതായും ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വരാൻ കൂട്ടാക്കിയില്ലെന്നും പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു. 3 മണിക്കൂറോളം കാത്തിരുന്നിട്ടും വരാതിരിക്കുകയും പിന്നീട് വിളിച്ചപ്പോൾ അവധിയെടുത്തതായും അറിയിച്ചതോടെയാണ് മെഡിക്കൽ ഓഫീസറുടെ മുറി പൂട്ടിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ആ 10 മണി മുതൽ ഇത്രയും സമയം വരെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നമ്മളെ വളരെ ഹരാസ് ചെയ്യുന്ന തരത്തിലേക്ക്, ഒരു ഇറിറ്റേഷൻ ചെയ്യുന്ന തരത്തിലേക്ക് ഡോക്ടർ അങ്ങനെ ഒരു എടുത്ത നിലപാട് ശരിയായതായിട്ട് നമുക്ക് തോന്നിയില്ല. ആ ഒരു ദേഷ്യത്തിന് നമ്മൾ താക്കോലും ഒരു താഴെ മേടിച്ചിട്ട് ഡോക്ടർ പുറത്താണ്, ഡോക്ടർ ഫോണടക്കം പുറത്തുണ്ട്. ഡോക്ടർ വന്നിട്ട് നമ്മൾ തുറക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവിടെ ഇരിക്കുകയും ആ ഡോക്ടറുടെ റൂം താഴോട്ട് പൂട്ടുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം തീരുമാനപ്രകാരം നഴ്സിന്റെ കരാർ പുതുക്കി നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇതിനിടെ മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്തയാളെ വീണ്ടും പാലിയേറ്റീവ് നഴ്സായി നിയമിക്കരുതെന്നാവശ്യപ്പെട്ട് പരാതി ലഭിച്ചു. ഇക്കാര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ നിന്നും ഉപദേശം തേടാൻ ഓഫീസിന് പുറത്തുപോയ സമയത്താണ് സംഭവം നടന്നതെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന ബഷീർ പറഞ്ഞു. ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനമാക്കാതെ അവർക്ക് നിയമനം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫോണ് വിളിക്കാൻ വേണ്ടി താഴോട്ട് പോയപ്പോഴേക്കും അവർ എല്ലാവരും കൂടെ വന്നിട്ട് മെഡിക്കൽ ഓഫീസറിൻ്റെ റൂം ലോക്ക് ചെയ്തിട്ട് എൻ്റെ സാധനങ്ങൾ, എൻ്റെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിലിരിക്കുകയും ഡ്യൂട്ടിക്ക് OP-യിൽ പോകുമ്പം നോക്കേണ്ട സ്റ്റെതസ്കോപ്പ് അടക്കമുള്ള സാധനങ്ങൾ അവിടെ ഇരിക്കെ അവർ റൂം പൂട്ടിപ്പോവുകയും എൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുകയാണ് ഇന്ന് ചെയ്തത്. വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുന്നതായും ആരോപിച്ച് മെഡിക്കൽ ഓഫീസർ പോലീസിന് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, രാജപുരം. വീണ്ടും മെഡൽ നേട്ടവുമായി വെള്ളിക്കോത്ത് തൈക്കോണ്ടോ അക്കാദമിയിലെ കായിക പ്രതിഭകൾ. ജൂനിയർ നാഷണൽ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേട്ടവുമായി കെ ഭാഗ്യലക്ഷ്മിയാണ് കേരളത്തിനു വേണ്ടി മെഡൽ നേടി അഭിമാനതാരമായി മാറിയത്. ഓഗസ്റ്റ് 17 മുതൽ 20 വരെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വെച്ച് നടന്ന 41ാമത് ദേശീയ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി ബ്രോൺസ് മെഡൽ നേടി ജില്ലയുടെ അഭിമാനമായി മാറി കോവൽ തോയമൽ സ്വദേശി കെ ഭാഗ്യലക്ഷ്മി. പെൺകുട്ടികളുടെ അണ്ടർ 44 കിലോഗ്രാം വിഭാഗത്തിലാണ് ഭാഗ്യലക്ഷ്മി മത്സരിച്ചത്. വെള്ളിക്കോത്ത് തൈക്കോണ്ടോ അക്കാദമിയിലെ മാസ്റ്റർ VV മധുവിന്റെ കീഴിലാണ് പരിശീലിച്ചു വരുന്നത്. GHSS ബല്ല ഈസ്റ്റിലെ +2 വിദ്യാർത്ഥിനിയാണ് ഭാഗ്യലക്ഷ്മി. കവായി തോയമലിലെ കെ ഭാസ്കരന്റെയും കെ പുഷ്പയുടെയും മകളാണ്. ഇത് 5ാം തവണയാണ് കേരളത്തിനു വേണ്ടി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിനു വേണ്ടി മെഡൽ നേടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. വെള്ളിക്കോത്ത് തൈക്കോണ്ടോ അക്കാദമിയിലെ കുട്ടികൾ ഇത്തരത്തിൽ അഭിമാന നേട്ടം കൈവരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അക്കാദമി ഡയറക്ടറും കോച്ചുമായ VV മധു പറഞ്ഞു. അഭിമാന നേട്ടം നേടി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങിയ ഭാഗ്യലക്ഷ്മിക്ക് വെള്ളിക്കോത്ത് തൈക്കോണ്ടോ അക്കാദമി രക്ഷാകർതൃ കൂട്ടായ്മ ഗംഭീര വരവേൽപ്പ് നൽകി. കൂട്ടായ്മ പ്രസിഡന്റ് ബാബു വെള്ളിക്കോത്ത്, സെക്രട്ടറി TV ദേവിദാസ്, ട്രഷറർ M രവീന്ദ്രൻ, ഗിരീഷ് PV, രാജേഷ് കിഴക്കേ വെള്ളിക്കോത്ത്, സതീശൻ C എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫോക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെരിയ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലോക ഫോക്ലോർ ദിനത്തോടനുബന്ധിച്ച് ഫോക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ സുരേഷ് പള്ളിപ്പാറ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് ഫോക്ലോർ ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രമതി AK അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത KV സ്വാഗതം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജയചന്ദ്രൻ കീഴോത്ത്, അംബേദ്കർ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ബിപുല റാണി, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ സാവിത്രി KV, IQAC കോർഡിനേറ്റർ അഭിലാഷ് P, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ തീർത്ഥ തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്ലോർ ക്ലബ്ബ് ട്രഷറർ സ്മിത CK ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് കയ്യൂർ ചീമനി ഗ്രാമപഞ്ചായത്ത് കലാകാരികളുടെ ചെണ്ടമേളം, നാടൻപാട്ടുകൾ, അലാമിക്കളി, നൃത്തശില്പം, കോളേജ് ഫോക്ലോർ ക്ലബ്ബ് അംഗങ്ങളുടെ നാടൻപാട്ട്, മാപ്പിളപ്പാട്ട് എന്നിവ അരങ്ങേറി. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന നാടൻ കളികളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി വിവിധ ഇനം നാടൻ കളികളും കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുവാൻ കൈകോർത്ത് കാസർഗോഡ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനും കാരുണ്യയാത്ര നടത്തി. മംഗളൂരുവിലെ കോൺഗ്രസ് റാലിയിൽ പ്രകോപന പ്രസംഗം നടത്തിയെന്നാരോപണം. കോൺഗ്രസ് നേതാവും കർണാടക MLC-യുമായ ഐവൻ ഡിസൂസയുടെ വസതിക്ക് നേരെ ആക്രമണം. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസ്. നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിന് കളക്ടർ അരുൺ K വിജയൻ നടത്തിയ ജപ്തി നടപടികൾക്ക് കോടതി അംഗീകാരം നൽകി. മധൂർ പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം. UDF വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. വലിയ പറമ്പിന് അഭിമാനം. തീർത്ഥാരാമൻ ദേശീയ സെപക്ടാക്രോ ടീമിന്റെ കുപ്പായമണിയും. കാസർഗോഡ് ജില്ലയിൽ സെപ്റ്റംബർ 3 തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കും. മന്ത്രി MP രാജേഷ് നേതൃത്വം നൽകും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.